നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. നമ്മൾ ചെറുപ്പത്തിൽ നോക്കി പ്രാർത്ഥിച്ച ഈശോയുടെ രൂപമാണ് തിരുഹൃദയത്തിൻ്റെ രൂപം. ഇന്നും നമ്മുടെ പല വീടുകളിലും പ്രധാന പ്രാർത്ഥന ഇടത്ത് വെച്ചിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമാണ്. നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കാം. നമുക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്. പ്രിയമുള്ളവരെ, തിരുഹൃദയ ഭക്തി ഒരു പക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരംഭഘട്ടത്തിലെ നമുക്ക് ലഭിച്ച ഭക്തിയാണ്. ആ ഭക്തി കൈവിട്ട് കളയാതിരിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് മറയ്ക്കാം. അവൻ്റെ മുറിവിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ സങ്കടങ്ങളെ, കണ്ണീരിനെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, നിന്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുന്ന ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളും തിരുഹൃദയങ്ങളാകുവാൻ കൃപയാകണമേ. മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും രക്തം കിനിയുന്നുണ്ട്. ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയങ്ങളെ നിന്റെ ഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളും തിരുഹൃദയങ്ങളാകുമല്ലോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.